ഇന്ന് ആമിക്കുട്ടിയും അനിയനും നല്ല ഹാപ്പിയാണ് കേട്ടോ. വേറൊന്നുമല്ല, ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചിന്ന് പുറത്ത് പോവാണ്. അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് കേട്ടോ രണ്ടുപേരും. ഞങ്ങൾ കോതമംഗലം പള്ളിയിലെ പെരുന്നാളിനാണ് കേട്ടോ പോണത്. ആമി അനിയനും മാത്രമല്ലാതെ കാറിനകത്ത് ഒരാളും കൂടി ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അത് ഞങ്ങളുടെ മറിയക്കുട്ടിയാണ്. പള്ളിയിൽ നല്ല തിരക്കായിരുന്നു കേട്ടോ. കോതമംഗലം പള്ളിയിൽ പോയവർക്ക് അറിയാൻ പറ്റും, എല്ലാ ആളുകളും ഈ പള്ളിപ്പെരുന്നാളിന് പങ്കെടുക്കും. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് തന്നെ പള്ളിയിൽ കയറി പ്രാർത്ഥിച്ച് ഇറങ്ങാം എന്നായിരുന്നു ഞങ്ങൾ പ്ലാൻ ചെയ്തത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പള്ളിയകത്തേക്ക് പോവാനായിട്ട് പോവാണ്. അതിന് ശേഷമാണ് ഇവർക്കിനി പെട്ടിക്കടയിലൊക്കെ ഇനി പോയി കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് പോകുന്നത്. അതിനുശേഷം ഞങ്ങൾ പെട്ടിക്കടയിലേക്ക് കയറി. പെട്ടിക്കടയിൽ ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ആമിക്കുട്ടി. എന്താ മേടിക്കേണ്ടതെന്ന് ആകെ കൺഫ്യൂഷനാണ് ആൾക്ക്. അങ്ങനെ ലാസ്റ്റ് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞ് ഞങ്ങൾ പിന്നെ ഐസ്ക്രീം മേടിക്കാനായിട്ട് പോയി കേട്ടോ. ആൾക്ക് സ്ട്രോബെറിയുടെ ഫ്ലേവറാണ് ഏറ്റവും ഇഷ്ടം. അപ്പോൾ ഞാൻ ഒരു സ്ട്രോബെറിയുടെ ഫ്ലേവർ മേടിച്ചു കൊടുത്തു. അങ്ങനെ ഞങ്ങൾ സ്ട്രോബെറിയുടെ ഐസ്ക്രീം മേടിച്ച് കഴിക്കുകയാണ്. ആൾ ഭയങ്കര ഹാപ്പി ആയിട്ടോ ഐസ്ക്രീം കിട്ടിക്കഴിഞ്ഞപ്പം. ആൾ സൂപ്പർ ടേസ്റ്റ് എന്നൊക്കെ എൻ്റെ വീഡിയോയിൽ ഇങ്ങനെ കാണിക്കുവാണ്. ഒരാൾക്ക് ഇവിടെ ഇതുവരെ ഏത് ടോയ് എടുക്കണമെന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് കേട്ടോ. പക്ഷേ മറിയക്കുട്ടിക്ക് ഓൾറെഡി ഒരു ടോയ് അവൾ കണ്ടു, ഇഷ്ടപ്പെട്ടു, എടുത്തു കേട്ടോ. അതുകൊണ്ട് ആൾ ഓക്കെയാണ്. പക്ഷേ യോഹാന് ഇതുവരെ ഒരു ടോയും കിട്ടിയിട്ടില്ല. ആളിങ്ങനെ എല്ലാം നോക്കുവാണ്, എന്താ വേണ്ടത്, എന്താ മേടിക്കേണ്ടത് എന്നിങ്ങനെ അന്വേഷിച്ച് നടക്കുകയാണ് കേട്ടോ. ഓരോ ടോയും കാണിക്കുമ്പോഴും ആൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒന്നും ആൾക്ക് കിട്ടുന്നില്ല. അതിനുശേഷം ഞങ്ങൾ മറുനാടൻ മഹാമേള എന്ന് പറഞ്ഞ ഷോപ്പിലോട്ട് കയറി കേട്ടോ. ഇനി അവിടെ എന്തെങ്കിലും അവന് ഇഷ്ടപ്പെട്ടത് കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ട് എല്ലാം ഒന്ന് എടുത്ത് നോക്കുന്നുണ്ട് കേട്ടോ ആൾ. അങ്ങനെ കുറേ അന്വേഷിച്ച് മോനെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്പൈഡർമാൻ്റെ ഒരു ടോയ് കിട്ടി കേട്ടോ. അതിനുശേഷം ഞങ്ങൾ പള്ളിയിൽ നിന്ന് ഇറങ്ങി. ഇനി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ് കേട്ടോ. ഒരു റെസ്റ്റോറൻറ്റിൽ കയറി. ഞങ്ങൾ കുട്ടികളൊക്കെ നല്ല വിശപ്പായിരിക്കുന്ന സമയമായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഓരോ ഐറ്റംസ് ഞങ്ങൾ ഓർഡർ ചെയ്തു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നല്ല ഹാപ്പി ആയിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നു കേട്ടോ.